ബഹുമാന്യരായ ഏവർക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. പ്രണയ കഥയുടെ ആരാധകരെ ഇവിടെ ഇത്തിരി നേരം, പ്രണയ കഥയുടെ ആരാധകരെ ഇവിടെ ഇത്തിരി നേരം, ഹൃദയരാഗ വിഭഞ്ജികമീട്ടി വിരുന്നു പോരൂ നിങ്ങൾ, ഹൃദയരാഗ വിഭഞ്ജികമീട്ടി വിരുന്നു പോരൂ നിങ്ങൾ. പ്രണയ കല്ലോലിനികൾ നെയ്തൊരു പഴയ പല്ലവി പാടാം, പ്രണയ കല്ലോലിനികൾ നെയ്തൊരു പഴയ പല്ലവി പാടാം. അതിനു താള നിബദ്ധതയേകാൻ വരുമോ നമ്മൾ കണിചേരാം, അതിനു താള നിബദ്ധതയേകാൻ വരുമോ നമ്മൾ കണിചേരാം, വരുമോ നമ്മൾ കണിചേരാം. പ്രണയ കഥയുടെ ആരാധകരെ ഇവിടെ ഇത്തിരി നേരം, ഹൃദയരാഗ വിഭഞ്ജികമീട്ടി വിരുന്നു പോരൂ നിങ്ങൾ, വിരുന്നു പോരൂ നിങ്ങൾ. കഥാപ്രസംഗ കലാപ്രസ്ഥാനം കേരളീയരുടെ ഹൃദയത്തിലും ജീവിതത്തിലും പ്രതിഫലിച്ചിട്ടുള്ള ഒരു കലയാണ്. കാരണം ഇതിനു തുല്യം മറ്റൊരു കലയുമില്ല. പാടാനും പറയാനും അർത്ഥവ്യാഖ്യാനം നടത്താനും അഭിനയിക്കാനും അങ്ങനെ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്കും മാത്രമേ കഥാപ്രസംഗം വിജയിപ്പിക്കാനാവൂ. അങ്ങനെയുള്ള മഹാപ്രതിഭകളാണ് കഥാപ്രസംഗത്തെ ജനകീയ കലയാക്കിയത്. മൺമറഞ്ഞ അനശ്വരനായ മലയാളത്തിന്റെ പ്രിയ കവി ചങ്ങമ്പുഴയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ 114-ാം ജന്മവാർഷികത്തിൽ അഭിമാനപൂർവം എൻ്റെ മുന്നിലിരിക്കുന്ന എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ബഹുമാന്യരായ പ്രവർത്തകർ, കലാകാരന്മാർ, കലാകാരികൾ ഏവർക്കുമായി സമർപ്പിക്കുന്നു ആരണ്യ വിലാപ നാടക കാവ്യം രമണൻ, ഗ്രാമീണ പ്രണയകാവ്യം രമണൻ. ഏറ്റവും ലളിതമായ ഇരടികളിലൂടെ അക്ഷരാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരന്റെ ഹൃദയത്തെ ആവാഹിച്ചെടുത്ത ഒരു മാന്ത്രിക ശക്തിയായിരുന്നു ചങ്ങമ്പുഴ. മല കിളയ്ക്കുന്നവനെയും മണ്ണ് ചുമക്കുന്നവനെയും വല പിടിക്കുന്നവനെയും വള്ളം ഊന്നുന്നവനെയും കൊണ്ട് മലയാള കവിത പാടിപ്പിച്ച മഹാരഥനായിരുന്നു ചങ്ങമ്പുഴ. സുഖശീതളമായ ഒരു പുലർകാലവേള, വശ്യസുന്ദരമായ ഒരു ഗ്രാമം, അവിടെ എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദുരുദുര പൂമഴയായി പിന്നെ, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദുരുദുര പൂമഴയായി പിന്നെ. മാമലനാടിന്റെ പ്രകൃതി ഭംഗി തുടിച്ചു നിൽക്കുന്ന ഇടപ്പള്ളി ഗ്രാമം, ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട് വീടിന്റെ തെക്കേ മൂലയ്ക്ക് നാട്ടുമാവിന്റെ ചോട്ടിൽ ഈറൻ വിട്ടുമാറാത്ത മൺകൂനയ്ക്കരികിൽ കൃഷഗാത്രനായ ഒരു യുവാവ് അഞ്ജലിബദ്ധനായി കണ്ണുനീർ വാർത്തു നിൽക്കുന്നു. അങ്ങ് ആരാണ്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഞാൻ ആരാണെന്നറിയണം അല്ലേ? ഞാനാണ് കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഞാൻ സങ്കടപ്പെടുന്നത്
ജീവിച്ചു കൊതി തീരും മുൻപേ അകാലത്തിൽ പൊലിഞ്ഞുപോയ എന്റെ ഓമൽ ചങ്ങാതി ഇടപ്പള്ളി രാഘവൻ പിള്ള ഈ കുഴിമാടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അങ്ങനെ ആയിത്തീർന്നതിന്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിനാണ്, ഈ സമുദായത്തിനാണ്. സമൂഹവും സമുദായം ചേർന്നൊരുക്കിയ നീചവിത്ത പ്രതാപത്തിനാണ്. ആ കഥ ഞാനിവിടെ പറയാം. ഈ കഥയിലെ 2 കഥാപാത്രങ്ങളാണല്ലോ രമണനും മദനനും. ഇടപ്പള്ളി രാഘവൻ പിള്ള രമണൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മദനനും. ഇരുവരും കവികളായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു, ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു. ശരീരം 2ആയിരുന്നെങ്കിലും പ്രാണനും സ്പന്ദനവും ഒന്നായിരുന്നു. ഇവർ പരസ്പരം കൈമാറാത്ത രഹസ്യങ്ങളും ഇല്ലായിരുന്നു. പ്രകൃതിയെ ഇത്രമാത്രം മാറോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത മറ്റൊരു കവിയും മലയാളത്തിലില്ല. ദൈവത്തിന്റെ സ്വന്തം നാടായ മാമലനാടിനെ വർണ്ണിച്ച് വർണ്ണിച്ച് കൊതി തീരാത്ത കവി പാടിക്കൊണ്ടേയിരുന്നു. എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ് മാമലനാടിന്റെ പ്രകൃതി സൗന്ദര്യം. കവി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പ്രകൃതിയുടെ മനോഹാരിതയും അതായിരുന്നു. അതുകൊണ്ടാണ് മാമലനാടിന്റെ പ്രകൃതി സൗന്ദര്യം ഇത്രയും പച്ചയായി ഈ കവിതയിൽ ഒപ്പിവെക്കാൻ ചങ്ങമ്പുഴയ്ക്ക് കഴിഞ്ഞത്. അന്നത്തെ പ്രകൃതി പോലെ തന്നെയായിരുന്നു പ്രണയവും. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം, ശരി. എന്നാൽ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ കുളിരു കോരുന്ന ഒരു വികാരമാണ്. പ്രണയം പലതരത്തിലുണ്ട്. പൂ പോലത്തെ പ്രണയമുണ്ട്, മുള്ളു പോലത്തെ പ്രണയമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ശാരീരിക മാനസിക ഉല്ലാസത്തിനനുസരിച്ച് പോകുന്നത് പൂ പോലത്തെ പ്രണയമാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ മുഖം കണ്ടാൽ അറിയാം അവരേത് തരത്തിലെ പ്രണയം ആസ്വദിച്ചവരാണ്. എന്നാൽ നമ്മൾ പാരമ്പര്യമായി കേട്ടുവന്ന ചില പ്രണയങ്ങളുണ്ട്. അതാണ് പൂവും നിലാവും തടാകവും തീരവും രാവും കിനാവും കലർന്ന ലോകം, അമ്പാടി കണ്ണന്റെ ശൃംഗാര ലീലകൾ കണ്വാശ്രമത്തിലും കണ്ടു നമ്മൾ. അമ്പാടി കണ്ണന്റെ ശൃംഗാര ലീലകൾ കണ്വാശ്രമത്തിലും കണ്ടു നമ്മൾ. പൂവും നിലാവും തടാകവും തീരവും രാവും കിനാവും കലർന്ന ലോകം, പൂവും നിലാവും തടാകവും തീരവും രാവും കിനാവും കലർന്ന ലോകം. നാവനങ്ങീടുവിൽ ആ പ്രേമഗാനത്തിൻ ഭാവങ്ങളല്ലാതെ എന്തു പാടാൻ. നാവനങ്ങീടുവിൽ ആ പ്രേമഗാനത്തിൻ ഭാവങ്ങളല്ലാതെ എന്തു പാടാൻ, ഭാവങ്ങളല്ലാതെ എന്തു പാടാൻ. ആദിമഹാകാവ്യം രാമായണമെങ്കിൽ അതിലെ കഥാപാത്രങ്ങളായ രാമനും സീതയുമാണ് ആദ്യത്തെ പ്രണയ ജോഡികൾ. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ സീത അനുജത്തി ഊർമിളയുമായി പൂവർത്തു നിൽക്കുമ്പോൾ സീത രാമനെ കാണുന്നു. അവിടെ തുടങ്ങുന്നു ആദ്യത്തെ പ്രണയം. പ്രണയത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല, സമയത്തിന്റെ പ്രശ്നമുണ്ട്. 1911 ജനിച്ച ചങ്ങമ്പുഴ 36 വയസ്സിൽ അന്തരിച്ചു. 36 വയസ്സിനുള്ളിൽ 57 കൃതികൾ കൈരളിക്ക് കാഴ്ചവെച്ചു ആ മഹാനായ കവി. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കവിത BA ഓണേഴ്സിന് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ പഠിക്കാനുണ്ടായിരുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്.
മറ്റൊരു കവിക്കും കിട്ടാത്ത ഭാഗ്യം ചങ്ങമ്പുഴയ്ക്ക് കിട്ടി. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം, സമൂഹത്തോടുള്ള പ്രതികാരം, സമുദായ പ്രമാണിമാരോടുള്ള വിദ്വേഷം, ഒടുവിൽ ക്ഷയരോഗബാധിതനായി രണ്ടറ്റവും എരിഞ്ഞമർന്ന ഒരു മെഴുകുതിരി കണ്ടുപോലെ അദ്ദേഹത്തിന്റെ ജീവിതവും എരിഞ്ഞമർന്നു. എങ്കിലും കൈരളി ഇന്നും പാടുന്നു: നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ ഗാനമെല്ലാം. നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ ഗാനമെല്ലാം, നിൻ ഗാനമെല്ലാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും നേരവും ചങ്ങമ്പുഴയെയും അദ്ദേഹത്തിന്റെ കാവ്യജീവിത പശ്ചാത്തലത്തെയും കുറിച്ചാണ് പറഞ്ഞത്. ഇനിയും നമുക്ക് കഥയിലേക്ക് കടക്കാം. ആരണ്യവിലാപ നാടക കാവ്യം രമണൻ. പ്രകൃതി രമണീയത തുള്ളിത്തുളുമ്പി നിൽക്കുന്ന ഒരു നാട്ടിൻ പുറത്തു നിന്നും അല്പം വിട്ടുമാറി വശ്യസുന്ദരമായ മലരണിക്കാട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നോക്കണം, എത്ര മനോഹരമാണ് ആ കാനനച്ചോലകൾ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. കരളും മിഴിയും കവർന്നു മിങ്ങി കറയതൊരാള സൽഗ്രാമ ഭംഗി. കരളും മിഴിയും കവർന്നു മിങ്ങി കറയതൊരാള സൽഗ്രാമ ഭംഗി. നയനമനോഹരമായ ആ മലമടക്കിൽ, കാട്ടാറിന്റെ തീരത്തെ ആ പുൽപ്പരപ്പിൽ, അവിടേക്ക് നോക്കൂ ആ താഴ്വരയിൽ, അരുവിക്കരയിലാ പുൽത്തടത്തിൽ. അവിടേക്കു നോക്കൂ ആ താഴ്വരയിൽ, അരുവിക്കരയിലാ പുൽത്തടത്തിൽ. ഒരു മരച്ചോട്ടിൽ രണ്ടാട്ടിടയ ഒരുമിച്ചിരുന്നിതാ സല്ലപിപ്പൂ. ഒരു മരച്ചോട്ടിൽ രണ്ടാട്ടിടയ ഒരുമിച്ചിരുന്നിതാ സല്ലപിപ്പൂ. ഒരു മരത്തിന്റെ ചുവട്ടിൽ രണ്ടാട്ടിടയന്മാർ ഒരുമിച്ചിരിക്കുന്നു. അവരുടെ ഇരിപ്പ് കണ്ടാലറിയാം. ഒറ്റഞ്ഞെട്ടിൽ വിടർന്നു സൗരഭം മുറ്റിടും രണ്ടു പൂക്കൾ പോൽ. 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 ഒരു മരത്തിന്റെ ചില്ലയിൽ വിടർന്നു വിലസി നിൽക്കുന്ന രണ്ട് പൂക്കളെ പോലെ അവരിയ്ക്കുന്നു. അവരെന്തോ സ്വകാര്യം പറയുന്നു. അവരുടെ ഓമൽ സ്വകാര്യമെന്തെന്നറിയുവാൻ നിങ്ങൾക്കും മോഹമില്ലേ? അവരുടെ ഓമൽ സ്വകാര്യമെന്തെന്നറിയുവാൻ നിങ്ങൾക്കും മോഹമില്ലേ? നിങ്ങൾക്കും മോഹമില്ലേ? നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരറിയാൻ നമുക്ക് താല്പര്യമില്ല. അതിന് കാരണമുണ്ട്, ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്, സ്വകാര്യം. എന്നാൽ മറ്റുള്ളവരുടെ രഹസ്യം അറിയാനുള്ള നമ്മുടെ വെമ്പല് അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ചുമ്മാ ആരുടെയെങ്കിലും ചെവിയിൽ ചെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ അവർക്കറിയണം എന്തോന്നാണ് അവൻ രഹസ്യം പറഞ്ഞത്. പക്ഷെ ഇവിടെ രമണനെയും മദനെയും കുറിച്ച് അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവരുടെ സ്വകാര്യം ഓമൽ സ്വകാര്യമാണ്. അതറിയാൻ നമ്മൾ ഇവിടെ നിന്നാൽ പോരാ, ഈ പുഴയും കടന്ന് അങ്ങ് അക്കരെ എത്തണം. വള്ളം എത്തിക്കഴിഞ്ഞു. നമ്മൾ അക്കരെ ഇറങ്ങി. കാട്ടാറിന്റെ തീരത്ത് പച്ചപ്പരവതാനി വിരിച്ച പുൽമെത്തയിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു.
കാഴ്ചയിൽ സുമുഖനാണ്. പ്രായം ഒരു 24 കൂടില്ല. തലമുടി നീട്ടി വളർത്തിയിരിക്കുന്നു. ഒരു പുല്ലാങ്കുഴൽ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവനാണ് എന്റെ കഥയിലെ നായകൻ രമണൻ. അവന്റെ സമീപത്ത് അവനെ തന്നെ നോക്കിയിരിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ മദനൻ. അങ്ങകലെ മിഴികൾ വായിച്ചിരിക്കുന്ന രമണനോട് മദനൻ ചോദിക്കുന്നു, രമണ, നീ എന്നിൽ നിന്നാ രഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? രമണ, നീ എന്നിൽ നിന്നാ രഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണോ? ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. രമണ, നീ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ല. ഈ കാട്ടിൽ വന്നാൽ പുല്ലാങ്കുഴൽ വായിച്ച് തുള്ളിച്ചാടി നടക്കും. ഈ കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും, എന്തിന് വൃക്ഷലതാദികൾ പോലും നിന്റെ പുല്ലാങ്കുഴൽ വായനയിൽ തരിച്ചു നിന്ന് പോയിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിലൊരു വിഷാദം അനുഭവിക്കാൻ കാരണം നീ അതെന്നോട് പറയുക തന്നെ വേണം. ഇതിനു മുമ്പ് നിന്നെ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. നിന്റെ വിഷമം എന്തായാലും എന്നോട് തുറന്നു പറയൂ. വദനം യഥാർത്ഥത്തിൽ മാനവന്റെ ഹൃദയത്തിൻ കണ്ണാടി തന്നെയെങ്കിൽ, വദനം യഥാർത്ഥത്തിൽ മാനവന്റെ ഹൃദയത്തിൻ കണ്ണാടി തന്നെയെങ്കിൽ, ലവലേശം സംശയം ഇല്ല ചിന്ത, ലവലേശം സംശയം ഇല്ല ചിന്ത. വിവശമാണിന്നു നിൻ അന്തരംഗം, ലവലേശം സംശയം ഇല്ല ചിന്ത. വിവശമാണിന്നു നിൻ അന്തരംഗം. ചങ്ങമ്പുഴ മനുഷ്യ മനസ്സിനെ മനോഹരമായി അപഗ്രഥിച്ചിരിക്കുന്നു. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. അതുകൊണ്ടാണ് മദനൻ രമണനോട് ഇങ്ങനെ ചോദിച്ചത്. രമണ, നിന്റെ ദുഃഖം എന്തായാലും ഈ ചങ്ങാതിയോട് പറഞ്ഞാൽ ജീവൻ ത്യജിച്ചും ഞാനത് നേടിത്തരും. ഇത് കേട്ട രമണൻ ചാടി എഴുന്നേറ്റു. ശരദ പ്രവീതിയിൽ ഉല്ലസിക്കും ഒരു വെള്ളി നക്ഷത്രം എന്തുകൊണ്ടോ, ശരദ പ്രവീതിയിൽ ഉല്ലസിക്കും ഒരു വെള്ളി നക്ഷത്രം എന്തുകൊണ്ടോ, അനുരക്തയായി പൂഴി മണ്ണിൽ അമരും വെറും ഒരു പുൽക്കൊടിയിൽ, അനുരക്തയായി പൂഴി മണ്ണിൽ അമരും വെറും ഒരു പുൽക്കൊടിയിൽ, ശരദ പ്രവീതിയിൽ ഉല്ലസിക്കും ഒരു വെള്ളി നക്ഷത്രം എന്തുകൊണ്ടോ. ശരദപ്രവീതിയിൽ ഉല്ലസിക്കും രണ്ട് മേഘപാളികൾക്കിടയിലുള്ള അകലത്തിൽ നിൽക്കുന്ന വെള്ളി നക്ഷത്രം. ചങ്ങമ്പുഴയുടെ ഈ കവിത ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ശരദപ്രവീതിയിൽ ഉല്ലസിക്കും എന്ന വരിക്ക് വേണ്ടി
ഇംഗ്ലീഷ് പദങ്ങൾ നിരത്തി മനോഹരമാക്കാൻ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് അധ്യാപകർ ദിവസങ്ങളോളം തലപുകഞ്ഞ് ആലോചിച്ചു. ഇവിടെ രമണൻ പറഞ്ഞത് മദനനും ഒന്നും മനസ്സിലായില്ല. രമണ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ശരതപ്രവീതി, പൂവോ പുൽക്കൊടി എന്നൊക്കെ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന രീതിയിൽ പറയൂ. പറയട്ടെ, പറയൂ. ഭൂമിയിലെ പുൽക്കൊടി ഞാനാണ്. ആകാശത്ത് പരിലസിക്കുന്ന ആ വെള്ളി നക്ഷത്രം ഉന്നത കുലജാതയായ ചന്ദ്രികയും. ഓഹോ, അപ്പോഴതാണ് കാര്യം. അതിന് നീ എന്തിനു വിഷമിക്കുന്നു? രമണ, ഞാൻ എന്തിനു വിഷമിക്കുന്നെന്നോ? ഞാൻ ഭൂമിയിൽ ആരാണ്? അവനിയിൽ ഞാനാരോ രാട്ടിടയൻ, അവഗണിതേകാന്ത ജീവിതാപ്തൻ. അവനിയിൽ ഞാനാരോ രാട്ടിടയൻ, അവഗണിതേകാന്ത ജീവിതാപ്തൻ. രമണ, നിനക്കെന്താ വട്ടുപിടിച്ചോ? ആട്ടിടയനും പണക്കാരനും തമ്മിൽ അല്ല പ്രണയിക്കുന്നത്, മനസ്സുകൾ തമ്മിലാണ്. അതിന് നീ എന്തിനു ഭയക്കുന്നു? അവൾ ഉന്നത കുലജാതയായിരിക്കാം, പണക്കാരിയായിരിക്കാം, വിദ്യാസമ്പന്നയായിരിക്കാം. നീ ലോകം അറിയപ്പെടുന്ന കലാകാരൻ. നിന്റെ സൗന്ദര്യത്തെ മാത്രമല്ല, നിന്നിലെ കലാകാരനെയും അവൾ പ്രണയിക്കുന്നുണ്ടാവാം. മദന, നീ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷെ നാം നമ്മെ മനസ്സിലാക്കണം. സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത ബന്ധം. അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മദനൻ രമണന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഉല്ലാസത്തോടെ പറയുന്നു: ഒരു പുഷ്പ കല്യാണ മണ്ഡപത്തിൽ ഒരു ദിനം നിങ്ങളെ രണ്ടുപേരെ, ഒരു പുഷ്പ കല്യാണ മണ്ഡപത്തിൽ ഒരു ദിനം നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ചു കണ്ടു കൃതാർത്ഥനാകും, ഒരുമിച്ചു കണ്ടു കൃതാർത്ഥനാകും. പാരിലിയോമന കൊച്ചനുജൻ ഒരുമിച്ചു കണ്ടു കൃതാർത്ഥനാകും. പാരിലി ഓമന കൊച്ചനുജൻ, പാരിലി ഓമന കൊച്ചനുജൻ. ഒരു പുഷ്പ കല്യാണ മണ്ഡപത്തിൽ ഒരു ദിനം നിങ്ങളെ രണ്ടുപേരെ. ഇത് കേട്ട രമണന്റെ മനസ്സാകെ കുളിരണിഞ്ഞു. ആ കുളിര് അവന്റെ പുല്ലാങ്കുഴൽ വഴി ആ ഗ്രാമമാകെ പരന്നു. അവർ ഉല്ലാസത്തോടെ യാത്രയായി. അന്നത്തെ പകൽ മെല്ലെ മെല്ലെ എരിഞ്ഞടങ്ങി. പകലവനെന്നും പോയി പടിഞ്ഞാറു ചാഞ്ഞു, പകലിന്റെ പൊൻവിളക്കണഞ്ഞു. പകലവനെന്നും പോയി പടിഞ്ഞാറു ചാഞ്ഞു, പകലിന്റെ പൊൻവിളക്കണഞ്ഞു. പറവകൾ കൂട്ടമായി പാറിപ്പറന്നു, പറവകൾ കൂട്ടമായി പാറിപ്പറന്നു. പല പല ചില്ലയിൽ കൂടണഞ്ഞു, പല പല ചില്ലയിൽ കൂടണഞ്ഞു. കഥയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നീലേവനിക ഉയർന്നു നിൽക്കുന്ന കുന്നിൻ ചെരുവിൽ അതിമനോഹരമായ ഒരു ബഹുനില മന്ദിരം. ധാരാളം വാതിലുകളും ജനാലകളും വാതായന വിരികളുമുള്ള ഒരു മണിമന്ദിരം.
ആ മണിമന്ദിരത്തിന്റെ മുറ്റത്ത് ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നു. അതീവ സുന്ദരിയായ പെൺകുട്ടി. ആ പെൺകുട്ടിയാണ് എന്റെ കഥയിലെ നായിക ചന്ദ്രിക. ആ മണിമന്ദിരത്തിൽ ചന്ദ്രികയും അച്ഛനമ്മമാരും ചന്ദ്രികയുടെ ഉറ്റതോഴി ഭാനുമതിയും ധാരാളം ജോലിക്കാരുമുണ്ട്. രമണനും ചന്ദ്രികയും പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. ചന്ദ്രിക രമണനെ അഗാധമായി ഇഷ്ടപ്പെടുന്നുണ്ട്. അകലെ ആടുകളുടെ ആരവം കേട്ടതും ചന്ദ്രിക ഓടി വേലിക്കരിയിലെത്തി. ദേ വരുന്നു രമണൻ. ഇന്നവൻ ഒറ്റയ്ക്കാണ്. എന്താണ് ഈ വിധം ഏകനാവാനെങ്ങു പോയി കൂട്ടുകാരൻ? എന്താണ് ഈ വിധം ഏകനാവാനെങ്ങു പോയി കൂട്ടുകാരൻ? ഇന്നവൻ മറ്റെന്തോ ജോലി മൂലം വന്നില്ല, ഞാനിങ്ങു പോന്നു വേഗം. ഇന്നവൻ മറ്റെന്തോ ജോലി മൂലം വന്നില്ല, ഞാനിങ്ങു പോന്നു വേഗം. അതെന്തായാലും നന്നായി. എനിക്ക് അങ്ങയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഒറ്റയ്ക്ക് കിട്ടിയത് എന്റെ ഭാഗ്യം. എന്താ പറയാനുള്ളത്? പറയൂ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ? പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഞാൻ അങ്ങയോടൊപ്പം മറന്നെന്ന് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, ആ കാനനച്ചായയിൽ അങ്ങയോടൊപ്പം കാനന ഭംഗി കൊണ്ട് ആസ്വദിക്കണം. പിന്നെ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം. അതിന് കാട്ടിൽ തന്നെ പോകണമെന്നുണ്ടോ? കാട്ടിലാവുമ്പോൾ ആലോലവല്ലികൾ എത്രയിങ്ങ നീലമലകളിൽ പൂത്തു കാണും. ആലോലവല്ലികൾ എത്രയിങ്ങ നീലമലകളിൽ പൂത്തു കാണും. അങ്ങിപ്പോൾ പാറി പറന്നിടുന്ന എന്തെല്ലാം പക്ഷികളായിരിക്കും. അങ്ങിപ്പോൾ പാറി പറന്നിടുന്ന എന്തെല്ലാം പക്ഷികളായിരിക്കും. കാട്ടിലുള്ള പക്ഷികളെല്ലാം നിന്റെ ഉദ്യാനത്തിൽ വരും. കാട്ടിലുള്ള പൂക്കളെല്ലാം നിന്റെ ഉദ്യാനത്തിലുണ്ട്. എന്നാ പിന്നെ ആ പുല്ലാങ്കുഴലിനെ കൊണ്ട് എന്നെ കുറിച്ചൊരു പാട്ട് പാടിക്കാമോ? ഈ പുല്ലാങ്കുഴലിൽ നിന്നെ കുറിച്ചുള്ള പാട്ട് മാത്രമേ ഉള്ളൂ. അതൊന്ന് കേൾക്കാൻ ഞാനും കൂടി കാട്ടിൽ വരട്ടെ. എന്നിലിരിപ്പതല്ലേ, എപ്പോൾ വേണമെങ്കിലും കേൾക്കാമല്ലോ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളെ? നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളെ? ഞാൻ അങ്ങയോടൊപ്പം വരണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അങ്ങയ്ക്ക് അറിയാമോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇല്ല, അറിയില്ല. എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? നമ്മളിൽ പ്രേമം കിളർത്തതിൽ നിന്നൊരു വർഷം തികച്ചുമായി. ഇന്നപേക്ഷയെ കൈ
കൊണ്ടുപോകൂ. പെണ്ണിന്റെ പ്രേമത്തിന്റെ 1 വർഷം തികഞ്ഞു എന്നാണ് അവൾ പറയുന്നത്. അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് കാട്ടിൽ പോകുന്നതെന്നാണ്. പക്ഷേ പെണ്ണിന് 17 വയസ്സാണേ. അവിടെ മനസ്സിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അത് രമണൻ അറിയാം. രമണൻ നിശബ്ദനായി നിന്നു. അവൾ വീണ്ടും പറയുകയാണ്, എനിക്ക് ഒരു കാര്യം അങ്ങയോട് തുറന്നു പറയാനുണ്ട്. പറയട്ടെ? പറയൂ. ഈ മണിമേടയിൽ എൻ വിപുല പ്രേമ സമുദ്രം ഒതുങ്ങുകില്ല. അതാണ് കാര്യം. സുനാമി പോലെ ആർത്തിരമ്പി വരുന്ന, അവളുടെ ഉള്ളിൽ നിന്നും ആർത്തിരമ്പി വരുന്ന ആ പ്രേമത്തെ തടയാൻ ഉദ്യാനത്തിനോ മണിമന്ദിരത്തിനോ കഴിയില്ല എന്നവൾക്കറിയാം. അതുകൊണ്ടാണ് കാട്ടിൽ പോകണമെന്ന് പറയുന്നത്. പക്ഷേ പ്രണയചാവല്യത്തിൽ വിശ്വസിക്കാത്ത നല്ലവനായ ആട്ടിടയൻ അപ്പോഴും പറഞ്ഞു, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളെ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളെ. അവൾ വളരെ ദുഃഖത്തോടെ പറയുന്നു, ഇന്നു ഞാൻ കാണും തീനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഇന്നു ഞാൻ കാണും തീനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. ഇന്ന് നിന്റെ ചിന്തകളെല്ലാം സംഗീത സാന്ദ്രമാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് രമണൻ നടന്നകന്നു. ഭാവനലോലനായി ഏകനായി പോകുക ജീവനാഥ. ഭാവനലോലനായി ഏകനായി പോകുക ജീവനാഥ. പോകുക ജീവനാഥ. നിറവിഴികളോടെ അവൾ അവനെ യാത്രയാക്കി. ആ സുന്ദര കളേബരം അകലെ പോയി മറയുന്നത് അവൾ നിർവീകാരതയോടെ നോക്കി. രാവിലെ ഇത്രയൊക്കെ യാചിച്ചിട്ടും രമണൻ ചന്ദ്രയെ കാട്ടിലൊന്നും കൊണ്ടുപോയില്ല. എന്നാ പിന്നെ ഉച്ച കഴിഞ്ഞ് വെയിലറിയട്ടൊക്കെ രമണൻ ആടുകളെയും തെളിച്ചുകൊണ്ടുവരും. അപ്പോഴത്തേക്കൊന്ന് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കാം. അപ്പോഴെന്തായാലും രമണൻ കേൾക്കും. ചന്ദ്രയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം വിവാഹം കഴിഞ്ഞ് 10, 20, 30 വർഷമൊക്കെ കഴിഞ്ഞാൽ ചേച്ചി ഒന്ന് ചേട്ടനോട് ചിരിച്ചാൽ, ഒരു തമാശ പറയാന്ന് വിചാരിച്ചാലോ, ലവലേശമില്ല. അങ്ങനെയുള്ള ചേട്ടന്മാർ പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ സുന്ദരിയായ ഒരു ചേച്ചി വന്നെന്ന് ഒരു ചിരി അങ്ങോട്ട് ചേട്ടനങ്ങ് കൊടുക്കും. നമ്മൾ ഈ സിംഹം സടകൊടഞ്ഞെഴുന്നേറ്റു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ സുന്ദരിയായ ചേച്ചിയുടെ ചിരി കിട്ടിയ ആ ചേട്ടൻ സടകൊടഞ്ഞങ്ങ് താഴെ വീഴും. പിന്നെ വസ്ത്രാലയങ്ങളിൽ കൊണ്ടുപോകും, നല്ല നല്ല ഭക്ഷണശാലകളിൽ കൊണ്ടുപോകും, പിന്നെ എവിടെല്ലാം വേണമെങ്കിലും കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ രമണൻ അത്തരക്കാരനല്ലെന്ന് ചന്ദ്രയ്ക്ക് ഇതുവരെ മനസ്സിലായില്ല. ചന്ദ്രയെ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി. കടെഴുതുന്നു, പൊട്ടുതൊടുന്നു. അണിഞ്ഞൊരുങ്ങുന്നതിനോടൊപ്പം അവൾ തന്റെ കാമുകനെ കുറിച്ച് വർണ്ണിച്ചൊരു പാട്ട് പാടുന്നുണ്ട്. വളരെ പതുക്കെയാ പാടുന്നേ. ശ്രദ്ധിച്ചാൽ നമുക്കും കേൾക്കാം. കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മല ചെണ്ടു പോലൊരു മനസ്സും എന്തൊരത്ഭുത പ്രേമ സൗഭകം എന്തൊരാദർശ
മാനസ സൗരഭം കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മല ചെണ്ടു പോലൊരു മാനസം എന്തൊരത്ഭുത പ്രേമ സൗഭഗം എന്തൊരാദർശ സൗരഭം കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മല ചെണ്ടു പോലൊരു മാനസം. ഈ സമയം ചന്ദ്രികയുടെ തോഴി ഭാനുമതി ആ മുറിയിൽ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. കണ്ണാടിയിൽ നോക്കി ആത്മകഥം ചെയ്യുന്ന ചന്ദ്രികയുടെ ഇരു കണ്ണുകളും ഭാനുമതി പൊത്തിപ്പിടിച്ചിട്ട് അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. ആ മുരളീധരന്റെ പ്രേമ വൃന്ദാവനിയിൽ സ്വപ്നവും കാത്തിരുന്നു. ആ മുരളീധരന്റെ പ്രേമ വൃന്ദാവനിയിൽ സ്വപ്നവും കാത്തിരുന്നു. സ്വപ്നവും കാത്തിരുന്നു. ചന്ദ്രികെ, രമണൻ ഒരാട്ടിടയനാണ്, ജാതിയിൽ താണവനാണ്, ഗാനഗന്ധർവനുമാണ്. നീ ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. നീ ഉന്നത കുലജാത, പണക്കാരി, പാവം ആട്ടിടയനെ ചതിക്കാനാണെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഭാനുമതി, എന്താ എന്താ നീ പറഞ്ഞത്? എന്റെ രമണനെ ചതിക്കാനോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. പുല്ലാണെനിക്ക് പണം, അവൻ തൻ കൊച്ചു പുല്ലാങ്കുഴലുമായി നോക്കിടും. ആ കൊച്ചു പുല്ലാങ്കുഴലുമായി നോക്കിടും. ചന്ദ്രികെ, ഞാൻ വെറുതെ നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ, നീ വിഷമിക്കണ്ട. പക്ഷേ എന്താ ഭാനു, ഒരു പക്ഷേ നീ എന്നും ഇത് തന്നെ പറയണം. ചന്ദ്രികെ, ചന്ദ്രികെ, മണി 11 കഴിഞ്ഞുവല്ലോ മകളെ, ഉറങ്ങാൻ സമയമായില്ലേ? ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണമ്മേ. ഭാനു, ദീപമണച്ചേക്കൂ. ആ മണിമന്ദിരത്തിലെ ദീപമണഞ്ഞു, അന്ധകാരത്തിൽ മുങ്ങി. നേരം പുലരുന്നു. ചന്ദ്രികയും ഭാനുമതിയും കൂടി അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനവും കഴിഞ്ഞ് പൂക്കുടയുമായി വീട്ടിലേക്ക് മടങ്ങുന്നു. ഭാനുമതി, ഞാനിന്ന് ശ്രീകോവിലിൽ കണ്ടത് ആരെയാണെന്നറിയാമോ? ശ്രീകൃഷ്ണനെ? അല്ല. ഓ, എന്നാ പിന്നെ ശ്രീരാമനെ ആയിരിക്കും. അല്ലേ അല്ല, പേലിത്തിരുമുടിയും കെട്ടി ഓടക്കുഴലും പിടിച്ചുകൊണ്ട് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രമണനെയാണ് കണ്ടത്. ഓ, പ്രേമമൂത്ത് പെണ്ണിന് വട്ട എന്നാ തോന്നുന്നത്. അങ്ങനെ തമാശകൾ പറഞ്ഞ അവർ ഉദ്യാനത്തിലേക്ക് കയറുമ്പോൾ അകലെ ആടുകളുടെ ആരവം കേട്ടു. പൂക്കുട ഭാനുമതിയുടെ കൊടുത്തിട്ട് ചന്ദ്രിക രമണന്റെ ഏരിയയിലേക്ക് ഓടി. അവർ കാട്ടിന്റെ വഴിയേരിയിൽ കുറച്ചു സമയം ചെലവഴിച്ചു. പോരാ നേരം ചന്ദ്രിക രമണനെ അന്ന് രാത്രിയിൽ ഉദ്യാനത്തിലേക്ക് ക്ഷണിച്ചിട്ടാണ് വരുന്നത്. നേരം സന്ധ്യയായി. അവൾ മനോഹരിയായി അണിഞ്ഞൊരുങ്ങി. ഇപ്പോൾ ചന്ദ്രികയെ കണ്ടാൽ ഒരപ്സരസാണെന്നേ പറയുള്ളൂ. മുല്ലമൊട്ടിയെലുന്ന ദന്തനീരകളെ തൊണ്ടിപ്പഴങ്ങൾ തൻ അധരം മറയ്ക്കവേ. മുല്ലമൊട്ടിയെലുന്ന ദന്തനീരകളെ തൊണ്ടിപ്പഴങ്ങൾ തൻ അധരം മറയ്ക്കവേ. പങ്കജവർണ്ണം കലരും കപോലവും മിന്നൽ കൊടികളെ വെല്ലും പൂരികവും. പങ്കജവർണ്ണം
ഒറ്റക്കാൽ പൂനില കൊണ്ടാൽ മാരദൂതി പോൽ തെല്ലിട സുന്ദരി പാരിലൊറ്റക്കാൽ പൂനില കൊണ്ടാൽ മാരദൂതി പോൽ തെല്ലിട സുന്ദരി മുല്ലമൊട്ടിയലുന്ന ദന്തനീരകളെ തുണ്ടിപ്പഴങ്ങൾ തൻ ആധരം മറയ്ക്കവേ. രാത്രിയുടെ യാമങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. അവൾ ഉദ്യാനത്തിലെത്തി. നിശാപുഷ്പങ്ങളെ ചുംബിക്കാനെത്തുന്ന നിശാശലഭങ്ങളെ ആട്ടിയോടിച്ചുകൊണ്ട് അവൾ അക്ഷമയായി നിന്നു. പാതിരാത്രി കഴിഞ്ഞ നേരത്ത് ഉദ്യാനത്തിലൊരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ സൂക്ഷിച്ചു നോക്കി. രമണൻ തന്നെ. അവൾ ഓടിച്ചെന്ന അവന്റെ കരം ഗ്രഹിച്ചു. അവൻ വല്ലാതെ ഭയക്കുന്നു, ചുറ്റുപാട് നോക്കുന്നു, വിറയ്ക്കുന്നു. അവൾ അവന്റെ കരം ഗ്രഹിച്ചു. അടുത്തുള്ള വാകച്ചോട്ടിൽ അവനെ പിടിച്ചിരുത്തി. അവളും കൂടെയിരുന്നു. പ്രണയപരവശയായി അവൾ അവന്റെ മടിയിലേക്ക് ചാഞ്ഞു. എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ, പങ്കില മാനസ കാണുകില്ലേ. എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ, പങ്കില മാനസ കാണുകില്ലേ. ഹന്തനാം രണ്ടുപേർ തമ്മിലുള്ള അന്തരം നീയൊന്നോർത്തു നോക്കൂ. അന്തനാം രണ്ടുപേർ തമ്മിലുള്ള അന്തരം നീയൊന്നോർത്തു നോക്കൂ. എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ, പങ്കില മാനസ കാണുകില്ലേ. ചന്ദ്രികെ, ഈ സമൂഹം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചതിയും വഞ്ചനയും ദുഷ്ടതയും നിറഞ്ഞ ഒരു സമൂഹമുണ്ട് ഇവിടെ. തന്നെയുമല്ല, നമ്മൾ തമ്മിലുള്ള അന്തരം അവർ അംഗീകരിക്കുകയുമില്ല. അതിന് നമ്മൾ തമ്മിലല്ലേ പ്രേമിക്കുന്നത്. തുച്ഛനാമെന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും. തുച്ഛനാമെന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും. നിന്നെ അവരെല്ലാം എത്രമാത്രം പൊന്നുപോൽ കാത്തു വളർത്തിടുന്നു. നിന്നെ അവരെല്ലാം എത്രമാത്രം പൊന്നുപോൽ കാത്തു വളർത്തിടുന്നു. പൊന്നുപോൽ കാത്തു വളർത്തിടുന്നു. ചന്ദ്രികെ, ഞാൻ വെറും ഒരാട്ടിടയനാണ്. നിന്നെ പൊന്നുപോലെ വളർത്തുന്ന നിന്റെ അച്ഛനും അമ്മയും എന്നെ സ്വീകരിക്കാൻ സമ്മതിക്കില്ല. നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം. അങ്ങേക്ക് അത് തോന്നുന്നതാ. ഞാൻ എന്താഗ്രഹിച്ചാലും എന്റെ അച്ഛനും അമ്മയും നടത്തി തരും. എന്റെ അച്ഛനും അമ്മയും രമണനെ കല്യാണം കഴിച്ചു തരും. സത്യമാണ്. അങ്ങ് വിഷമിക്കണ്ട. ചന്ദ്രികെ, ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ല. അതാ നീ ഇങ്ങനെ പറയുന്നത്. എങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകമല്ലിയുലകം. എങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകമല്ലിയുലകം. അവൻ ആ ഉദ്യാനം വിട്ടു പോയി കഴിഞ്ഞു. ഒരു കൊച്ചു മീനിനെ കൊക്കിലാക്കി ഒരു നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി. ഒരു കൊച്ചു മീനിനെ കൊക്കിലാക്കി ഒരു നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി.
ചന്ദ്രികയാവുന്ന നീലപ്പൊന്മാൻ മീനാകുന്ന രമണനെ കുത്തി അനന്തവിഹായസിലേക്ക് പറന്നുയർന്നു. അവൾ തുള്ളിച്ചാടി അവളുടെ വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾക്ക് ശേഷം ചന്ദ്രികയും രമണനും വീണ്ടും കണ്ടുമുട്ടി. രമണൻ ആകെ ഭയന്നു വിറയ്ക്കുന്നു. പലതും പറഞ്ഞ് പിരിയാൻ ശ്രമിച്ചെങ്കിലും ചന്ദ്രികയുടെ തീരുമാനത്തിന് മുന്നിൽ രമണൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവന്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മധുര തരത്തിൽ അപേക്ഷിക്കുന്നു. ഒരു മന്ദസ്മിതമതിലലിയാൻ എത്ര കൊതിപ്പൂ എൻ ഹൃദയം, ഒന്ന് ചിരിക്കൂ പ്രിയ രമണ, ചിരിയൻ പ്രിയ സായുജ്യം. ഒരു മന്ദസ്മിതമതിലലിയാൻ എത്ര കൊതിപ്പൂ എൻ ഹൃദയം, ഒന്ന് ചിരിക്കൂ പ്രിയ രമണ, ചിരിയൻ പ്രിയ സായുജ്യം, ചിരിയൻ പ്രിയ സായുജ്യം. അവൾ രഹസ്യമായി കയ്യിൽ കരുതിയിരുന്ന മുല്ലമാല വിശ്വപ്രകൃതൻ പുണ്യക്ഷേത്രത്തിൽ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി അവൾ അവനെ അണിയിച്ചു. അവർ ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരായി. ആരെന്തും പറഞ്ഞോട്ടെ, ഞാനിതാ സമർപ്പിപ്പൂ ചാരു ജീവിതമാല്യം മാമകം ഭവാനായി. നേരം പുലരാൻ പോകുന്നു. പാതിരാക്കോഴി നീട്ടിക്കൂവുന്നു. പുലരുവാനേറെ സമയമില്ലിനി, പോകുവാൻ എന്നെ അനുവദിക്കില്ലയോ. പുലരുവാനേറെ സമയമില്ലിനി, പോകുവാൻ എന്നെ അനുവദിക്കില്ലയോ. കാലമറിയാതെ പുവിയതല്ലയോ രാക്കോഴി ഇന്നെന്റെ ശിവജീവേശ്വര. കാലമറിയാതെ പുവിയതല്ലയോ രാക്കോഴി ഇന്നെന്റെ ശിവജീവേശ്വര. നേരം പുലർന്നപ്പോൾ അവരുടെ വിവാഹകാര്യം, അവരുടെ പ്രേമകാര്യമെല്ലാം ആ നാട്ടിലെല്ലാം പാട്ടായി. വാസന്തി ചാച്ചി അറിഞ്ഞ എന്തിരപ്പേ, നമ്മുടെ മണിമന്ദിരത്തിലെ ചന്ദ്രിക ഉണ്ടല്ല, ചന്ദ്രിക എന്തിനു പറ്റിയപ്പി? ആട്ടിടയം പയലുണ്ടല്ലോ, അവന്റെ പേരെന്തിര്? രമണൻ. ഓ ആ തന്നെ തന്നെ. രമണനും ചന്ദ്രയും കൂടെ ഇറങ്ങിപ്പോയെന്നാ, കല്യാണം കഴിച്ചെന്നാ ഒക്കെ പറയണ്. അവര് കല്യാണം കഴിച്ചെങ്കി പോയി ജീവിക്കട്ട്. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞു. എല്ലാവരും വീട്ടിലെത്തി. ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലൊക്കെ ചന്ദ്രികയെ ഉപദേശിച്ചു. വീട്ടുകാർക്ക് ഒന്നുകൊണ്ട് അറിയത്തുമില്ല. ഒടുവിൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രക്ഷകർത്താക്കള് ചന്ദ്രികയുടെ മുറിയിലെത്തി. മോളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? എനിക്ക് രമണനെ ഇഷ്ടമാണച്ചാ, എനിക്ക് കല്യാണം കഴിച്ചു തരണം. അത് ഈ പ്രായത്തിൽ തോന്നുന്ന ചില ചാബല്യമാണ്. നമുക്ക് നമ്മുടെ കുലത്തിനും കുടുംബത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഒരു ചെറുക്കനെ നമുക്ക് വിവാഹം കഴിക്കാം. അത് വേണ്ടച്ചാ, രമണന് കുലത്തിനും കുടുംബത്തിനും ഒക്കെ ഉയരെയാണ്. രമണന്റെ സ്നേഹം അത് പോകാൻ പറ്റില്ലച്ചാ. എനിക്ക് രമണനെ കല്യാണം കഴിച്ച് തരണേച്ചാ. നമുക്ക് മകളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഒരു ചെറുക്കനെ നമുക്ക് കണ്ടുപിടിച്ചു തരാം. ഒരല്പം താമസം, അത്രയേ ഉള്ളൂ. വേണ്ടച്ചാ, എനിക്ക് രമണനെ കല്യാണം കഴിച്ച് തന്നാ മതി. ഉറപ്പാണോ? അതെ, എനിക്ക് രമണനെ കല്യാണം കഴിക്കണം. എന്നാൽ നിനക്ക് വിവാഹം ചെയ്യാം അവനെ. പക്ഷേ ഞാനും നിന്റെ അമ്മയും മരണത്തെ സ്വയം മരിക്കും. അതിനുശേഷം നിനക്ക് രമണനെ വിവാഹം ചെയ്യാം.
അതേ മകളെ, നിനക്ക് രമണനെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല. അച്ഛനും അമ്മയും മുറി വിട്ടിറങ്ങിപ്പോയി. ചന്ദ്രിക ദിവസങ്ങളോളം കരഞ്ഞു. ഇല്ല, അച്ഛനും അമ്മയ്ക്കും യാതൊരു ഭാവവ്യത്യാസവുമില്ല. അവൾ മനസ്സാകുന്ന ത്രാശിൽ ഇരുവരെയും തൂക്കി. എന്റെ എല്ലാമെല്ലാമായ രമണൻ എന്നെ ജീവന് തുല്യം സ്നേഹിച്ച് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന എന്റെ അച്ഛനും അമ്മയും, പക്ഷെ എന്റെ അച്ഛനെയും അമ്മയും മരണത്തിന് വിട്ടുകൊടുത്തിട്ട് രമണനെ വയ്യ. രമണ, ഈ ജന്മം അദ്ദേഹത്തെ കേൾക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മറ്റൊരാളെ വിവാഹം ചെയ്തേ പറ്റൂ. എന്നാൽ എന്റെ മരണം വരെ എനിക്കൊരു ഭർത്താവുണ്ടെങ്കിൽ അങ്ങായിരിക്കും, അങ്ങ് മാത്രമായിരിക്കും. ചന്ദ്രിക കുളിച്ചു വൃത്തിയായി അച്ഛന്റെ അമ്മയുടെ അടുത്തെത്തി. അച്ഛാ, അമ്മേ, നിങ്ങൾ പറയുന്ന വരനെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അത് വേണ്ട, മോൾക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കനെ നമുക്ക് വിവാഹം ചെയ്യാം. വേണ്ട, നിങ്ങൾ പറയുന്ന ചെറുക്കന്റെ മുന്നിലേക്ക് ഞാൻ കഴുത്തു നീട്ടിത്തരും. അവൾ പറഞ്ഞിട്ട് അവളുടെ മുറിയിലേക്ക് ഓടി. പെണ്ണിന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് വിവാഹം ചെയ്യണമല്ലോ. അച്ഛൻ പുറത്തേക്ക് പോയി. തിരികെ വന്നത് ചെറുക്കനെയും കൂട്ടരെയും കൊണ്ടാണ്. അമ്മ കുറച്ച് ആഭരണമൊക്കെ ആയിട്ട് ചന്ദ്രികയുടെ മുറിയിലെത്തി. മോളെ, ഇത് അണിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ഉടുത്തോണ്ട് പൂമുഖത്തേക്ക് വരണം. ചന്ദ്രിക ആഭരണം വാങ്ങി കട്ടിലേക്ക് വെച്ചിട്ട് അമ്മയോടൊപ്പം പൂമുഖത്തേക്ക് എത്തി. അച്ഛൻ ചെറുക്കൻ കൂട്ടർക്ക് ചന്ദ്രികയെ പരിചയപ്പെടുത്തുന്നു. വിവാഹ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ സമയം ഭാനുമതി അവിടേക്ക് കയറി വന്നു. പുതിയ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ അവളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കല്യാണക്കാര്യമാണെന്ന്. കല്യാണക്കാര്യമാണെന്ന് മനസ്സിലായ ഭാനുമതി ചന്ദ്രികയെ അടിമുടിയൊന്ന് നോക്കി. ആ നോട്ടം സഹിക്കാനാവാതെ ചന്ദ്രിക മുറിയിലേക്ക് ഓടി. പിന്നാലെ ചെന്നു. ചന്ദ്രികെ, നീ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അവന്റെ പുല്ലാങ്കിഴലിന് മുന്നിൽ നിന്റെ ഒന്നുമല്ലെന്നല്ലേ പറഞ്ഞേ? ഭാനു, എന്നെ വിഷമിപ്പിക്കരുത്. എന്ത് വിഷമിപ്പിക്കൽ? നീ എന്താണ് ഇങ്ങനെ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവനൊരാട്ടിടയനാണെന്ന്. ഭാനു, ഞാനിതിലൊന്നുമില്ല ഭാനു. എനിക്കിതിലൊരു പങ്കുമില്ല ഭാനു. ഇല്ല, ഞാൻ അംഗീകരിക്കില്ല. എന്നാൽ നീ അംഗീകരിക്കണ്ട. ഇല്ല, ഞാൻ എന്നെ നശിപ്പിക്കയില്ല. ഒരു പുല്ലാങ്കുഴലിനു വേണ്ടി ഒരിക്കലും. ഇത് ചതിയല്ലേ, വഞ്ചനയല്ലേ? ആട്ടിടേന്റെ ജീവിതം ഇനി എവിടെ നിൽക്കും? ഇത് കേട്ട് ചഞ്ചലചിത്തയായി ചന്ദ്രിക അടുക്കളയിലേക്ക് കൂടി കയറി ഒരു കത്തിയെടുത്തോണ്ട് വന്നു. കത്തിയിലേക്കും ജീവിതത്തിലേക്കും മാറി മാറി നോക്കി. മനസ്സും മനസാക്ഷിയും തമ്മിൽ മത്സരിക്കുന്നു. മനസ്സ് പറയുന്നു ചെയ്യൂ ചെയ്യൂ, മനസാക്ഷി പറയുന്നു അരുത് അരുത്, ചെയ്യരുത്. മനസ്സ് ജയിച്ചു, മനസാക്ഷി തോറ്റു. അവൾ കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തി. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരി ചാറു പോലുള്ളൊരു ജീവിതം. എന്നും അതിന്റെ ലഹരിയിൽ ആനന്ദ കുന്തിലമെന്മനം മൂളിപ്പറക്കണം. പ്രണയത്തിന്റെ ഉന്മാദത്തിൽ നിന്നും വർണ്ണശബളമായ ലൗകിക ജീവിതത്തിലേക്ക് അവൾ തിരികെ വന്നിരിക്കുന്നു. അവൾ ഉന്മാദിനിയെ പോലെ വിളിച്ചു പറയുന്നു, പ്രണയത്തിന്റെ വേദനയിൽ നിന്നും ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. പണക്കാരനുമായിട്ടുള്ള വിവാഹബന്ധം ഉറപ്പിച്ച് പാവം ആട്ടിടയനുമായിട്ടുള്ള പ്രണയ ജീവിതം പറഞ്ഞവസാനിപ്പിച്ച് ഭരതവാക്യം ചൊല്ലി പിരിയുന്നു. ഇവിടെ ചങ്ങമ്പുഴ പറയുന്നുണ്ട്, തക്കം പോൽ പറയുവാനുള്ള ഒരു സാമർത്ഥ്യത്തെ തൽക്കാലം നമുക്ക് സ്ത്രീ എന്ന് വിളിച്ചിടാം.
അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം സമയക്കുറവായതുകൊണ്ട്. എങ്കിലും മിക്കവാറും സ്ത്രീകളുടെ തക്കം പറയാനുള്ള സാമർഥ്യം പുരുഷനെയാണ് സഹായിക്കാറുള്ളത്. കാട്ടിൽ മധുരമേറിയ മാമ്പഴമുണ്ട്. രമണന് ഭയങ്കര ഇഷ്ടമുള്ള മാമ്പഴമാണ്. ഒരുപാട് മാമ്പഴം കിട്ടി. ഈ മാമ്പഴത്തിന്റെ പകുതി മദനന് കൊടുക്കാനായി മദനൻ രമണനെ അന്വേഷിച്ചു കാടാകെ നടന്നു. കാട് മാത്രമല്ല, മേട്ടിലേക്ക് ഇറങ്ങി അന്വേഷിച്ചു. പക്ഷെ ഒരിടവും രമണനെ കണ്ടില്ല. രമണ, നിന്റെ ഇഷ്ടപ്പെട്ട മാമ്പഴം ഇതിന്റെ പകുതി ഞാൻ നിനക്ക് തരാതെ ഞാൻ എങ്ങനെ കഴിക്കും? രമണ, നീ എവിടെയാണ്? മദനൻ രമണനെ അന്വേഷിച്ചു യാത്ര തിരിച്ചു. ചന്ദ്രികയുടെ വിവാഹ ദിവസം സമാഗതമായി. രമണന്റെ ദുർദിവസം. രമണൻ ഒരു ഭ്രാന്തനെ പോലെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. പാറിപ്പറക്കുന്ന തലമുടി, അഴിഞ്ഞുലഞ്ഞ വസ്ത്രം, കയ്യിൽ കയറുമായി രാത്രിയുടെ ഏകാന്തതയിൽ മലരണിക്കാട്ടിൽ ചുറ്റിത്തിരിയുന്നു. പേടിപ്പെടുത്തുന്ന നിശബ്ദത. ലോകമുറങ്ങി, നിതാന്ത നിശബ്ദത. വനനികുഞ്ചങ്ങളിൽ നിതാന്ത നിശബ്ദത. മലരണിക്കാട്ടിലെ കുയിലിനകൾ ചിറകുമൊതുക്കി ഉറക്കമായി. മലരണിക്കാട്ടിലെ കുയിലിനകൾ ചിറകുമൊതുക്കി ഉറക്കമായി. ഭൂമിയിലാ പുൽക്കൊടി നോക്കി നിൽക്കേ മനത്തെ ചന്ദ്രിക പോയി മറഞ്ഞു. ഭൂമിയിലാ പുൽക്കൊടി നോക്കി നിൽക്കേ മനത്തെ ചന്ദ്രിക പോയി മറഞ്ഞു. മലരണിക്കാട്ടിലെ കുയിലിനകൾ ചിറകുമൊതുക്കി ഉറക്കമായി. ചന്ദ്രികയുടെ വിവാഹ ദിവസം. ആഘോഷാരവങ്ങൾ ഉയരുന്നു. രമണൻ കയ്യിൽ കയറുമായി മലയിലേക്ക് കയറുന്നു. ഈ കൈകൾ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നു. കരുതിയില്ല കിനാവിലും കൂടി ഞാൻ കരിപുരട്ടുവാൻ നിൻ ശുദ്ധശൈയിൽ, കരിപുരട്ടുവാൻ നിൻ ശുദ്ധശൈയിൽ. എത്ര അവസരങ്ങൾ കിട്ടിയിട്ടും ഒരിക്കൽ പോലും ഞാൻ അവളെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. എന്നും അവൾ ഒരു അചുംബിത പുഷ്പമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നെ പഴിക്കുന്ന ലോകത്തോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: പണാധിപത്യത്തിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന സമൂഹമേ, സമുദായമേ, എനിക്കെന്നും പുച്ഛം, വെറും പുച്ഛം മാത്രം. രമണൻ മലയിലേക്ക് വലിച്ചു കയറുമായി. തൊലിപെട്ടി ചോരയിടുമെന്നത് അവൻ അറിയുന്നില്ല. മലയുടെ അഗ്രത്തെത്തി കാട്ടാറിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു മരക്കിലുമ്പിലേക്ക് അവൻ കയറി. ഇഴഞ്ഞിറങ്ങി മരത്തിന്റെ അഗ്രത്തിലെത്തി കയറ് കെട്ടി ഉറപ്പിച്ചു. രമണ, ഭൂമിയിലെ പുൽക്കൊടിയായ രമണൻ ഭൂമിയിലേക്ക് തന്നെ പോയിരിക്കുന്നു. അന്നുവരെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പുല്ലാങ്കുഴൽ പാറയിൽ തട്ടി തട്ടി കാട്ടാറിലേക്ക് വീണൊഴുകിപ്പോയി. പ്രിയമുള്ളവരെ, ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു.